എല്ലാ വ്യൂസും സ്കൂട്ടർ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ബജാജിന്റെ പ്ലാറ്റിന 100cc ടി വി എസ് സ്പോർട്ടിന്റെ 110cc ബൈക്ക് തമ്മിലുള്ള ഡീറ്റെയിൽഡ് കമ്പാരിസൺ ആണ്. നിങ്ങൾക്ക് ഈ രണ്ട് വണ്ടികൾ എടുക്കുമ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്, ഏത് വണ്ടി എടുത്താണ് നിങ്ങൾക്ക് കൂടുതൽ മെച്ചമുള്ളത്, അതുപോലെ തന്നെ അതിന് ഈ ഓൺ റോഡ് കോസ്റ്റ് എത്ര വരുന്നുണ്ട്, മാസം EMI ആയിട്ട് എടുക്കുമ്പോൾ എത്ര അടക്കേണ്ടി വരും, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അതിനിടയിൽ നമ്മൾ ഇതിന്റെ വീഡിയോ എടുത്തു കഴിഞ്ഞു, എഡിറ്റിംഗ് വർക്ക് നടക്കുന്നതിനിടയിലാണ് നമ്മുടെ കസ്റ്റമർക്ക്, നമ്മുടെ സബ്സ്ക്രൈബറിന് ഇതിലൊരു വണ്ടി എടുത്തപ്പോൾ ചെറിയൊരു ഇഷ്യൂ വന്നു. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസും ആ വണ്ടിയുടെ പ്രോബ്ലംസും ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. പുതിയതായിട്ട് വീഡിയോ കാണുന്ന എല്ലാ വ്യൂസും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. 2024 മുകളിൽ ബജാജ് പ്ലാറ്റിന 100 ആണ് നമ്മൾ ആദ്യം ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. പ്ലാറ്റിന 100ന്റെ മിറർ ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് വരുന്നത്, അത് LED ലൈറ്റ്സ് ആണ് വരുന്നത്. വൈറ്റ് കളർ ആയിരിക്കും വരിക. അത് വണ്ടി സ്റ്റാർട്ടായാൽ മാത്രമേ ലൈറ്റ് ഓൺ ആവുള്ളൂ. ഫ്രണ്ടിൽ ഹാലജൻ ഹെഡ്ലൈറ്റ്സ് വരും. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്, യെല്ലോ കളറിലെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ബജാജ് പ്ലാറ്റിനയ്ക്ക് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. ഈ സെഗ്മെൻറ്റിൽ ഉള്ളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ സസ്പെൻഷനാണ് ഇതിൽ വരുന്നത്. അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല കുഴിയിലൊക്കെ ചാടിയാൽ പോലും നമുക്ക് ആ കുഴിയുടെ ആഘാതം നമുക്ക് ഫീൽ ചെയ്യില്ല. അതുകൂടാതെ സസ്പെൻഷന് ലൈഫും കൂടുതലുണ്ടാവും. ടയേഴ്സ് എല്ലാം ട്യൂബ്ലെസ് ടയേഴ്സാണ് വരുന്നത്. 17 ഇഞ്ച് സിൽവർ കളർ പെയിൻ്റ് അടിച്ചിട്ടുള്ള അലോയ് വീൽസാണ് ബജാജ് കമ്പനി നമുക്ക് തരുന്നത്. അതുകൂടാതെ ഇതിൻ്റെ ഫ്രണ്ട് മഡ് ഗാർഡ് ഡ്യുവൽ കളറായിരിക്കും. ആദ്യത്തെ പോർഷൻ ഗ്ലോസി ബ്ലാക്കും, ബാക്ക് സൈഡ് വരുന്നത് ചെളിയൊക്കെ ആവുന്നതുകൊണ്ട് കൂടുതലും മാറ്റ് ബ്ലാക്ക് ആണ് വരുന്നത്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ബോഡി ഗ്രാഫിക്സ് പ്ലാറ്റിന 100 വരുന്നുണ്ട്. അതൊരു ബ്ലൂ, സിൽവർ, ബ്ലാക്ക്, ഗോൾഡൻ കളർ, ഇങ്ങനെ 4 കളർ മിക്സ് ആയിട്ടുള്ള ഒരു അടിപൊളി ബോഡി ഗ്രാഫിക്സ് ആണ് വാഹനത്തിന് വരുന്നത്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡിംഗ് പൊസിഷനാണ്. നമുക്ക് നിവർന്നിരുന്ന് സുഖമായിട്ട് വണ്ടി ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന റൈഡിംഗ് പൊസിഷനാണ് ബജാജ് പ്ലാറ്റിന 100 വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും തരുന്ന ഒരു സ്പീഡോമീറ്ററാണ് ബജാജ് പ്ലാറ്റിനയ്ക്ക് വരുന്നത്. അതിൽ സ്പീഡോമീറ്ററും ഫ്യൂൽ ഗേജും കൂടാതെ തന്നെ ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ, ഡിമ്മ് ബ്രൈറ്റ്, എൻജിൻ മാൽ ഫങ്ഷൻ, അതുപോലെ തന്നെ സൈഡ് സ്റ്റാൻഡ്, ഇത്തരം നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ ഈ സ്പീഡോമീറ്ററിൽ നമുക്ക് കാണാവുന്നതാണ്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി അന്യായ ബിൽഡ് ക്വാളിറ്റിയാണ്. അത് ഞാൻ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല വേറെ വണ്ടിയായിട്ട്. ഫ്യൂൽ ടാങ്ക് വരുന്നത് 11 ലിറ്ററാണ്. ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും വലിയ സീറ്റ് ബജാജ് പ്ലാറ്റിനയ്ക്കാണ്. അത് ബ്ലാക്കിൽ ഗോൾഡൻ സ്റ്റിച്ചിങ് ആണ് വണ്ടിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു നല്ല ഭംഗിയുള്ള ബോഡി ഗ്രാഫിക്സ് വരുന്നത്. മറ്റൊരു എടുത്തു പറയാവുന്ന ഫീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബജാജ് പ്ലാറ്റിനയ്ക്ക് ആൻറ്റി സ്കിഡ് ബ്രേക്കിംഗ് വരുന്നുണ്ട്. അതായത് കോമ്പി ബ്രേക്കിൻ്റെ മറ്റൊരു വേർഷനാണ്. ഫ്രണ്ടും ബാക്കും ബ്രേക്കിംഗ് ഫോഴ്സും ഒരേപോലെ തന്നെ അപ്ലൈ ആയിട്ട് നല്ല സേഫായിട്ടും സെക്യൂറായിട്ടും പക്കായിട്ട് ബ്രേക്ക് ചെയ്ത് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് കാറ്റലിക് കൺവേർട്ടറാണ് വരുന്നത്. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ ബജാജ് പ്ലാറ്റിനയ്ക്ക് വരുന്നുണ്ട്. 4 സ്പീഡ് ഫോർവേഡ് ട്രാൻസ്മിഷനാണ് പ്ലാറ്റിനയ്ക്ക് വരുന്നത്. സൈഡ് സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ വാഹനം സ്റ്റാർട്ട് ആവുള്ളൂ. ബസറൊന്നും വരുന്നില്ല, എന്നാലും ആ ഒരു വാർണിംഗ് കാണിക്കും. നമുക്കതിൽ ബ്ലിങ്ക് ചെയ്ത് കാണിക്കുന്നതാണ് മീറ്ററിൽ. ചെയിൻ കവർ വരുന്നത് ഹാർഡ് ഫൈബർ മെറ്റീരിയലിലാണ്. നല്ല വീതിയുള്ളതും നീളമുള്ളതുമായ ബാക്ക് ഫുഡ് റെസ്റ്റും സാരി ഗാർഡിൻ്റെ ഫുഡ് റെസ്റ്റും വരുന്നുണ്ട്. ബാക്ക് സൈഡും 17 ഇഞ്ച് അലോയ് വീൽസ് വരുന്നുണ്ട്. ട്യൂബ്ലെസ് ടയർ തന്നെയാണ് വരുന്നത്. അത് ബാക്ക് സൈഡ് സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 5 പോയിന്റ് അതിൻ്റെ സസ്പെൻഷൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ബാക്ക് സൈഡും ഫ്ലെക്സിബിൾ ഇൻഡിക്കേറ്റേഴ്സ് വരും. ഹാലജൻ ബൾബ് യൂസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ടെയിൽ ലൈറ്റ് വരുന്നുണ്ട്. നമ്പർ പ്ലേറ്റിൻ്റെ ഒരു റിഫ്ലക്ടർ വരും. ഇലക്ട്രോണിക് കാർബറേറ്ററാണ് ബജാജ് പ്ലാറ്റിനയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു 50 രൂപയുടെ പെട്രോൾ ഉണ്ടെങ്കിലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കാവുന്നതാണ്. ഈ സെഗ്മെൻറ്റിൽ ബാക്കി എല്ലാ വണ്ടികളും ഇപ്പോൾ ഫ്യൂൽ ഇഞ്ചക്ഷനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ മെയിൻ്റനൻസ് ഫ്രീ ആയിരിക്കും. അതുപോലെ തന്നെ നല്ല മൈലേജും കിട്ടും. 102cc ആണ് എഞ്ചിൻ കപ്പാസിറ്റി വരുന്നത്. 7.7 bhp പവർ വരുന്നുണ്ട്. ടോപ്പ് സ്പീഡ് വരുന്നത് 90 കിലോമീറ്ററാണ്. മൈലേജ് ഞാൻ പറയണ്ടല്ലോ, 75-നും 80-നും ഇടയിൽ ഒരുപാട് കസ്റ്റമേഴ്സിന് ഫീഡ്ബാക്ക് കിട്ടുന്ന നല്ല അടിപൊളി ബൈക്കാണ് ബജാജ് പ്ലാറ്റിന വരുന്നത്. കംപ്ലയിൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ പേരെടുത്ത് പറയുന്ന കംപ്ലയിൻസ് ഒന്നും തന്നെ ഇല്ലെന്ന് തന്നെ പറയാം. പിന്നെ 4th ഗിയർ കഴിഞ്ഞ് നമ്മൾ ടോപ്പ് സ്പീഡിൽ പോകുമ്പോൾ 5ാമത് കൂടി ഒരു ഗിയർ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളൊരു ഫീൽ വരും. ഒരു വൈബ്രേഷനും കൂടി ഹയർ സ്പീഡിൽ വെയിറ്റ് കുറവായതുകൊണ്ട് നമുക്കൊരു വൈബ്രേഷൻ കൂടെ വരുന്നുണ്ട്. ഓൺ റോഡ് പ്രൈസ് ഇപ്പോൾ 90,000 രൂപയാണ് 2024 ഫെബ്രുവരി 1 വണ്ടിക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കോമ്പറ്റീഷനിൽ രണ്ടാമതായിട്ട് വരുന്ന ആ വാഹനം ഏതാണെന്ന് നോക്കാം. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും അതിന് എന്തൊക്കെ ഡിമെറിറ്റ്സ് ഉണ്ട്, മെറിറ്റ്സ് ഉണ്ട് എന്നെല്ലാം ഞാൻ ഷെയർ ചെയ്ത് തരാവുന്നതാണ്. TVS സ്പോർട്ട് 110cc എന്ന് പറയുമ്പോൾ ഈ ഒരു 100cc 110cc മൈലേജ് ബൈക്കുകളുടെ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും കുറഞ്ഞ വിലയിൽ നമുക്കൊരു 80,000 രൂപ ഓൺ റോഡ് കോസ്റ്റ് വരുന്ന ഒരു ബൈക്കാണ് TVS സ്പോർട്ട് 110. ഇതിൻ്റെ മൈലേജും ഒരു 75 to 85 കിലോമീറ്റർ മൈലേജ് ഒത്തിരി കസ്റ്റമേഴ്സിന് പറയുന്നുണ്ട്. കമ്പനി അവകാശപ്പെടുന്നത് 110 കിലോമീറ്റർ മൈലേജാണ് ഈ വാഹനത്തിന് കമ്പനി അവകാശപ്പെടുന്നത്. അത്രയൊന്നും കിട്ടുന്നില്ല. എന്നാലും 100 കിട്ടുന്ന കസ്റ്റമർ ഉണ്ട്, 80-85 ഒക്കെ കിട്ടുന്ന കസ്റ്റമേഴ്സും ഒരുപാട് നമ്മുടെ ഇടയിലില്ല. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം.
അപ്പോൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് വരുന്നത് ഓട്ടോമാറ്റിക് ഓൺ ആണ്. അതായത് BS4 ഇറങ്ങിയപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഹെഡ്ലൈറ്റ് ഓൺ ആയിരിക്കില്ല. ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോഴും ഈ വണ്ടി ഇരിക്കുന്നത്. ഹെഡ്ലൈറ്റ് ഫുൾ ടൈം ഓൺ ആണ്. ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ വരുന്നുണ്ട്. 17 ഇഞ്ച് അലോയ് വീൽസ് വരുന്നുണ്ട്. മാറ്റ് ബ്ലാക്ക് കളറുള്ള അടിപൊളി അലോയ് വീലാണ് വരുന്നത്. ടയേഴ്സ് എല്ലാം തന്നെ ട്യൂബ്ഡ് ടയറാണ് വരുന്നത്. ഫ്രണ്ട് മഡ് ഗാർഡ് ഡ്യുവൽ കളറാണ് വരുന്നത്. ബോഡി കളറും പിന്നെ ബാക്ക് സൈഡിൽ ചെളി ധരിക്കുന്ന ഭാഗത്ത് മാറ്റ് ബ്ലാക്ക് കളർ വരും. ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. ETFI എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. നമ്മുടെ റൈഡറിൻ്റെ ശൈലി അനുസരിച്ച് അതിൻ്റെ ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ പമ്പ് സെൻസർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 176 mm ആണ് വരുന്നത്. ആകെ ടോട്ടൽ വെയിറ്റ് 110 കിലോയെ വണ്ടിക്ക് വരുന്നുള്ളൂ. 4 സ്പീഡ് ട്രാൻസ്മിഷനാണ്. ഫോർവേഡ് ഗിയേഴ്സാണ് എല്ലാം വരുന്നത്. സൈഡ് സ്റ്റാൻഡ് എൻജിൻ കട്ട് ഓഫ് ഫീച്ചർ വരുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ് നോട്ടിഫിക്കേഷനും സ്പീഡോമീറ്ററിൽ വാഹനത്തിന് കാണിക്കുന്നതാണ്. സിംഗിൾ കളറായിരിക്കും. അതായത് ഇപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ക്രോം കളറിൽ TVSൻ്റെ ബാഡ്ജിങ് ഉണ്ടാവും. അതുപോലെ ബ്ലൂ ആണെങ്കിൽ കളർ മാത്രം. സ്റ്റിക്കർ കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടിയാണ്. 80-85 മൈലേജ് കിട്ടും. ടാങ്ക് കപ്പാസിറ്റി 10 ലിറ്ററാണ്. പക്ഷേ ഒരുപാട് കസ്റ്റമേഴ്സ് പറഞ്ഞ അത്രയും ടാങ്ക് കപ്പാസിറ്റി സ്പേസ് വരുന്നില്ല. ഒരു 5 ലിറ്റർ 6 ലിറ്റർ ഒക്കെ കൊള്ളുന്നുള്ളൂ എന്നും പറയുന്നുണ്ട്. സീറ്റ് വളരെ ലോങ് ആയിട്ടുള്ള അടിപൊളി സീറ്റാണ്. അതുകൂടാതെ ബോഡി കളർ ഏതാണോ അതിൻ്റെ ചെറിയൊരു അംശവും വരും. അതിന് മേലെ ഒരു ഗോൾഡൻ സ്റ്റിച്ചിങ് വരുന്നുണ്ട്. E20 ഫ്യൂൽ സപ്പോർട്ടഡ് ആണ്. അതായത് 20% എത്തനോളുള്ള ലേറ്റസ്റ്റ് ജനറേഷൻ ഫ്യൂലും നമുക്ക് ഈ ബൈക്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയുള്ള TVSൻ്റെ അടിപൊളി 3D ബാഡ്ജിങ് പെട്രോൾ ടാങ്കിൻ്റെ മേളിൽ ഉണ്ടാവുന്നതാണ്. ഹാൻഡിലെല്ലാം മാറ്റ് ബ്ലാക്ക് കളറാണ് വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു അനലോഗ് മീറ്ററാണ് ഇതിൽ വരുന്നത്. അത് കൂടാതെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൽ എക്കോണമി മീറ്റർ, അതായത് എക്കോണമി അല്ലെങ്കിൽ പവർ മോഡ്, ഇത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ആക്സിലറേഷൻ കൂട്ടുന്നതനുസരിച്ച് ആ മോഡ് ചേഞ്ച് ആവുന്നത് കറക്റ്റായിട്ട് ഇതിൻ്റെ വലത്തെ സൈഡിൽ കാണിക്കുന്നുണ്ട്. കീ വരുന്നത് നോർമൽ ആ ട്രഡീഷണൽ TVS വിക്ടറിൽ തൊട്ട് വരുന്ന ടൈപ്പുള്ള സെയിം ടു സെയിം കീ ആണ് വരുന്നത്. സ്വിച്ചസ് എല്ലാം ബേസിക് ആണ്. ഇടത്തെ സൈഡിൽ നോർമൽ ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഹോൺ സ്വിച്ച് വരുമ്പോൾ വലത്തെ സൈഡിൽ വരിക ജസ്റ്റ് സെൽഫിൻ്റെ സ്വിച്ച് മാത്രമാണ്. 109 cc എഞ്ചിനാണ്. 8.8 bhp പവർ വരും. ടോപ്പ് സ്പീഡ് വരുന്നത് 90 km/h ആണ്. ബാക്ക് സൈഡ് സസ്പെൻഷൻ വരുന്നത് സ്പ്രിംഗ് ലോഡറാണ്. അത് 5 പോയിൻറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അതിൻ്റെ ടെൻഷൻ നമുക്ക് ആവശ്യമുള്ള അഡ്ജസ്റ്റ് ചെയ്യാം. സിംഗിൾ ഡയറക്ഷനിൽ ഫോൾഡ് ചെയ്യാവുന്ന ഒരു ഫുഡ് റെസ്റ്റ് ബാക്ക് സൈഡിൽ വരുന്നുണ്ട്. ഫൈബർ മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെയും ചെയിൻ കവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ വർഷങ്ങളായിട്ട് ഈ ബൈക്ക് യൂസ് ചെയ്യുന്ന കുറച്ച് കസ്റ്റമേഴ്സിനോട് ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ അവരുടെ കമൻസാണ് ഞാനിതിലിപ്പോൾ കാണിക്കുന്നത്. ക്വാളിറ്റി കുറവാണ്, ഡിസ്ക് ബ്രേക്ക് ഇല്ല, അതുപോലെ സ്റ്റാർട്ട് ചെയ്യാൻ കിക്ക് സ്റ്റാർട്ടുള്ള മോഡൽ ഏകദേശം 10-12 പ്രാവശ്യം കിക്ക് ചെയ്തിട്ടാണ് വണ്ടി സ്റ്റാർട്ടാവുന്ന ഒരാളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വൈബ്രേഷൻ്റെ കേസ്, നമ്മളൊരു ഹയർ സ്പീഡിൽ ഒരു 60 മേളിലൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ ചെറിയ വൈബ്രേഷൻ, എഞ്ചിൻ്റെ വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും. 4th ഗിയർ കഴിഞ്ഞിട്ട് ഒരു ഗിയർ കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു. അങ്ങനെ രീതിയിൽ എഞ്ചിൻ നോക്ക് ചെയ്യുന്ന പോലെ, അതുപോലെ വാൽവിൻ്റെയൊക്കെ അടിയുടെ സൗണ്ട് നല്ല പോലെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ മെയിനായിട്ട് ഈ വണ്ടിയുടെ പ്രോബ്ലംസ് ആളുകൾ കാണിക്കുന്നത്. ഇത് ചിലപ്പോൾ ഒറ്റപ്പെട്ട കേസുകളാവട്ടോ, ഓരോരോ കസ്റ്റമർക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 100-ൽ ചിലപ്പോൾ ഒരു 5 വണ്ടി 6 വണ്ടിയൊക്കെ കംപ്ലൈൻ്റ് ഉള്ള വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ആവാം. എനിക്ക് അതിൻ്റെ യാഥാർത്ഥ്യം കൂടുതൽ സർവീസ് സെൻ്ററായിട്ട് കോൺടാക്ട് ചെയ്താൽ അറിയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ വണ്ടി ആകെ 1900 ആകെ ഓടി 2000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടില്ല. അതിനിടയിൽ എഞ്ചിൻ കംപ്ലൈൻ്റ് ആയെന്നാണ് പറയുന്നത്. ഇപ്പോൾ TVS ആയിക്കോട്ടെ, ബജാജ് ആയിക്കോട്ടെ, ഏത് വണ്ടിയായാലും തന്നെയും മാനുഫാക്ചർ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു 80,000 അല്ലെങ്കിൽ 90,000 രൂപയിലേക്ക് വണ്ടിയുടെ പ്രൈസ് ബ്രാക്കറ്റ് എത്തിക്കാനായിട്ട് കുറച്ച് കോംപ്രമൈസുകൾ കാര്യങ്ങൾ ചെയ്യും. എന്നാൽ തന്നെയും സ്റ്റാർട്ടിങ്ങിൽ തന്നെ എഞ്ചിൻ കംപ്ലൈൻറ്റ് വരിക എന്നുള്ളത് വളരെ കുറച്ച് 100-ൽ ഒരു 1% മാത്രമേ ചാൻസ് ഉള്ളൊരു കാര്യമാണ്. മിക്കവാറും അതൊരു മാനുഫാക്ചർ ഡിഫക്റ്റ് കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് സർവീസ് സെൻ്ററായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം 2000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഓൾറെഡി വണ്ടി അണ്ടർ വാറണ്ടി ആയിരിക്കും. 2 വർഷത്തേക്ക് എല്ലാ ബ്രാൻഡും 2 വർഷം നമുക്ക് കമ്പനി വാറണ്ടി തരുന്നുണ്ട്. അപ്പോൾ അത് തന്നെ റെക്ടിഫൈ ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. എന്നാലും ഈ ഒരു കംപ്ലൈൻറ്റ് അദ്ദേഹം വന്നപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ആയതുകൊണ്ട് നമ്മുടെ ചാനലിൽ ഇൻഫോം ചെയ്തു. അത് യൂസ് ചെയ്യുന്ന വേറെ കുറച്ച് ആളുകൾ നമ്മുടെ പരിചയത്തിലുണ്ട്. അപ്പോൾ അവരായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് അവർക്ക് മെയിനായിട്ട് കിട്ടിയ ഫീഡ്ബാക്കുകളാണ് വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ഷെയർ ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി ഈ ഒരു 90,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ റേഞ്ചിൽ വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഇത്തരം റിവ്യൂസ് കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കിയിട്ട് വണ്ടി എടുക്കുക. ഈ ഒരു 90,000 റേഞ്ചിൽ അല്ലെങ്കിൽ 1,00,000 രൂപ റേഞ്ചിലുള്ള മിക്ക ബൈക്സിൻ്റെ മൈലേജ് ബൈക്സിൻ്റെ എല്ലാം ഡീറ്റെയിൽ റിവ്യൂ നമ്മുടെ ചാനലിൽ അപ്ലോഡറാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ കയറി കണ്ടിട്ട് ഒരു നല്ലൊരു ഡിസിഷൻ എടുക്കുക. അപ്പോൾ വീഡിയോ ഇത്ര നേരം കണ്ടതിന് എന്തായാലും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.